തോട്ടപ്പള്ളി ഹാർബറിന് വടക്കുവശത്ത് വലയിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയതാണ് ഈ മൂർഖൻ പാമ്പിനെ. തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ CPO ഷെജീറാണ് വിവരം എന്നെ അറിയിച്ചത്. ഞാൻ അവിടെ എത്തുന്നത് വരെ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെയും അവിടെ എത്തിയ ആളുകളെയും നിയന്ത്രിച്ച് ആ മൂർഖൻ പാമ്പിന് കാവലിൽ നിന്ന് വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത്. പല റെസ്ക്യൂവിനിടയിലും റെസ്ക്യൂവർമാർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കാഴ്ചക്കാരായി എത്തുന്നവരുടെ ഇടയിൽ നിന്നും ഒപ്പം മദ്യപിച്ചെത്തുന്ന കാഴ്ചക്കാരിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അത്തരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൃത്യമായി ആളുകളെ നിയന്ത്രിക്കാൻ ഷെജീറും ഒപ്പം എത്തിയ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും വളരെ കൃത്യമായ ഇടപെടലാണ് നടത്തിയത്. നൂറുകണക്കിന് തൊഴിലാളികളാണ് ദിവസവും അവിടെ ജോലിക്കായി എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയ കോസ്റ്റൽ പോലീസിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം അത്രയും നേരം ആ തൊഴിലാളികളെ നിയന്ത്രിക്കുകയും അതുവഴി അവർക്കുണ്ടായേക്കാമായിരുന്ന അപകടത്തെ തടുക്കുകയും ചെയ്ത CPO ഷെജീറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. അനക്കം വെച്ച് തുടങ്ങിട്ടോ ചേട്ടന്മാരെ ഒന്നും അത് വില നീങ്ങിയില്ല. അത് പെട്ടെന്ന് അത് പല ആഴ്ചകളിൽ രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ. പാഞ്ഞ് എങ്ങോട്ടെങ്കിലും വന്ന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര റിസ്കിലാണ് ചെയ്യുന്നത്. എടാ ലിജു അങ്ങ് പിടിച്ചു. പല്ലുണ്ടോ അല്ലേ ആഴപ്പല്ലില്ല, മേലിലാണ് അവന്റെ പല്ലിരിക്കുന്നത്. താടിയിലാണ് അവന്റെ കുടുങ്ങി കിടക്കുന്നത്. എനിക്ക് അപ്പം അങ്ങോട്ട് പൈപ്പ് കയറ്റിയിട്ട് വേണം എനിക്ക് അവനെ പിടിക്കാൻ. പക്ഷെ പൈപ്പ് കയറ്റണമെങ്കിൽ എനിക്ക് ഇവന്റെ തലയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ അനക്കം വെച്ചേടാ ഒന്നും ചെയ്യാം. അനക്കരുത്, നിങ്ങൾ അനക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചേട്ടാ ഇച്ചിരി ഇറങ്ങിയിരിക്കും. അത് തല അഴിച്ചോണ്ട് ചാടും. ഫ്രണ്ടിരിക്കുന്നവര് പെട്ടെന്നൊന്നും ഓടി മാറാൻ പറ്റില്ല. നല്ല രക്ഷമുള്ള മൂർക്കുണ്ട്. അവിടെ നിന്ന് അല്ലേ ആ സാധനം ഇച്ചിരി നീട്ടിയിട്ട് നിങ്ങൾ ദൂരമായിട്ട് ഇരുന്നാൽ അതെ അങ്ങനെ ഇട്ടാൽ മതി. വേണ്ട അങ്ങനെ പിടിച്ചോണേ. കൈ വരത്തില്ല ഞാൻ നോക്കിക്കോളാം. വീണ്ടും കുരുങ്ങുന്നു. എത്ര വയസ്സ് കാണും? പറയാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യം പ്രായമുണ്ട്. ഗാഡിയിലൊക്കെ അത് ഇറങ്ങിയാൽ കയറുമോ അതിനകത്ത്? നോക്കണം. പിന്നെ അത് കിടന്ന് കുരുങ്ങുവാണല്ലോ. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അത് ഞാൻ പറയുമ്പോൾ അങ്ങനെ പിടിച്ചാൽ മതി.
അതൊന്ന് കത്ര കണ്ടിച്ചാരെങ്കില ആ വലിഞ്ഞിരിക്കുന്നത് സജി ഈ വലിഞ്ഞിരിക്കുന്ന കട്ടിയുണ്ട്. ഇത് കട്ട് ചെയ്യുന്നതിനൊക്കെ എളുപ്പടാ. ഈ തല ആദ്യം ഇല്ലെങ്കിൽ ശരിയാക്കും. പിന്നെ കുരുക്കി അവന് സ്വാതന്ത്ര്യമായപ്പോഴും അനക്കം ഒരു പവറും പോയിട്ടില്ല. സൂക്ഷിക്കണം, ഇനി സൂക്ഷിക്കണം. ഇപ്പുറത്തൊക്കെയാണ് ഒരു കണ്ണി കൂടെ ഉണ്ട്. അതിന് വിട്ടുപോകുന്നു. ഒരു കുഴപ്പമില്ല കേട്ടോ. അടുത്ത് വരുന്നത് ഇതിനെപ്പറ്റി പാമ്പിനെ കുറിച്ചൊരു ക്ലാസ് അവൻ എടുക്കും കേട്ടോ. കേട്ടോ വീഡിയോ. അപ്പോഴേ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സർഫ എന്ന് പറഞ്ഞൊരു വനംവകുപ്പിൻ്റെ സംവിധാനമുണ്ട്. വനംവകുപ്പിൻ്റെ റെസ്ക്യൂ ജില്ലാ ഫെസിലിറ്റേറ്ററാണ് ഞാൻ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ ഒരു വിഷപ്പാമ്പിനെ കണ്ടാൽ, ഇപ്പോൾ മൂർഖനെ കണ്ടല്ലോ, മൂർഖനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാം. മൂർഖൻ അത്ര നമ്മളെ കാണുമ്പോഴേ ഓടി രക്ഷപ്പെടുന്നൊരു സ്വഭാവമുള്ളൊരു പാമ്പാണ്. പക്ഷേ അണലി അതല്ല. എന്നാൽ ഇവിടെയൊക്കെ അണലിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സർപ്പ എന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അതുവഴി ഒരു റെസ്ക്യൂ മെസ്സേജ് കൊടുക്കാം. തൊട്ടടുത്തുള്ള റെസ്ക്യൂവർക്ക് ഈ കൺട്രോൾ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ അതുവഴി നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാത്രിയും വെളുപ്പിനെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളാണ്, പ്രധാനമായിട്ടും ടോർച്ച് ഉപയോഗിക്കാതെ ഒരു കാരണവശാലും യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ മൊബൈലിൻ്റെ ഫോണെങ്കിലും തെളിച്ച് തന്നെ പോകണം. കാരണം നിങ്ങൾ പണിക്ക് വെളുപ്പിനെയൊക്കെ ഇറങ്ങുന്നവരായതുകൊണ്ട് ആ ഒരു ശ്രദ്ധയോടെ തന്നെ പെരുമാറണം. കാരണം പാമ്പ് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് പാമ്പിനെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ വീടുകളിൽ വീടിൻ്റെ സമീപത്തുള്ള ചെറിയ ചെടികളോ കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അതുപോലെ ആഹാരാവശിഷ്ടങ്ങൾ നമ്മുടെ വീടിൻ്റെ വെളിയിൽ വലിച്ചെറിഞ്ഞാൽ എലി വരും. എലിയെ പോയത് പാമ്പ് വരും. പിന്നെ നമ്മുടെ സാധാരണ ഇവിടെയൊക്കെ കോമണായിട്ട് ചേര കാണാറുണ്ട്. ചേര കാണുന്നതും പറഞ്ഞ് നമ്മളതിനെ പിടിച്ചു മാറ്റേണ്ട കാര്യമില്ല. ചേര ശരിക്കും വളരെ നമ്മളൊക്കെ ഒരു സഹായകരമായ ഒരു ജീവിയാണ്. അതിന് വിഷമില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം പകലിറങ്ങി കംപ്ലീറ്റ് എലികളെ അതിൻ്റെ മാളത്തിൽ കയറി കുഞ്ഞുങ്ങളെ വരെ തിന്നു മാറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലാണ് കൂടുതലും വിഷപ്പാമ്പുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ വിഷപ്പാമ്പുകളിൽ നിന്നുള്ളൊരു അപകടം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടിൻ്റെ കതകില്ലേ, ഫ്രണ്ടിലെ കതവും അടുക്കള കതവും, ആ അടുക്കള കതകിൻ്റെ ഇടയ്ക്ക് വിടവില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. കാരണം അത്തരത്തിലെന്തെങ്കിലും വിടവുണ്ടെങ്കിൽ അതുവഴി പാമ്പ് അകത്ത് വരാനും നമുക്കൊരു അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ കൊണ്ട് വല നിങ്ങൾ മൂടി വെച്ചിരിക്കുകയായിരിക്കും. വെളുപ്പിനെ വന്ന് ആക്സസ് ചെയ്യുക, അത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കെയർ ചെയ്ത് ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങളത് എടുക്കാൻ. കാരണം വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ കുരുങ്ങി കിടന്ന പോലെ ഒരു കുരുങ്ങി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി ഒരു അപകടം ഉണ്ടാകാം. പിന്നെ ഇനി ഒരു പാമ്പ് കടി ഏറ്റെന്ന് വെക്കുക, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കോ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കോ നമ്മുടെ അയൽത്തുകാർക്കോ ആർക്കെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ ആദ്യം അവർക്കൊരു ധൈര്യം കൊടുക്കണം. അവരെ കടിച്ചേക്കുന്നത് വിഷമില്ലാത്ത പാമ്പാണ്. ഇനി നിങ്ങൾക്കറിയാതെ വിഷമുള്ളതാണെങ്കിൽ പോലും അത് വിഷമില്ലാത്ത പാമ്പാണ് എന്ന് അവരെ ധരിപ്പിക്കണം. മാത്രമല്ല, ഇനി അവർക്ക് പാമ്പിനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് വെക്കുക. അവരെ അപ്പം സപ്പോർട്ട് ചെയ്യേണ്ടത് അവർക്ക് തൊട്ടടുത്ത്, നമുക്കിപ്പോൾ വണ്ടാനത്ത് ആൻറ്റിവനം ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന നല്ല ഹോസ്പിറ്റലാണ്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം, വേറെ എങ്ങും സമയം കളയരുത്, നിങ്ങൾ എത്രയും വേഗം ഈ രോഗിയെ, കടിയേറ്റ ആളെ നമ്മൾ
വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യണം. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. നമുക്ക് തൊട്ടടുത്തുള്ള ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലം വണ്ടാനം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ പ്രധാനമായിട്ട് കടിയേറ്റ ഒരാളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കടിയേറ്റ ഭാഗം തലയ്ക്ക് മുകളിൽ ഉയരാൻ പാടില്ല. എന്നുവെച്ചാൽ കടിയേറ്റത് കാലിലാണെങ്കിൽ ആളെ കിടത്തി കൊണ്ടുപോകുമ്പോൾ തല താഴെയും കാല് മേളിലും ആകാൻ പാടില്ല. ഇനി കടിയേറ്റതിന് മേളിൽ കെട്ടുക എന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഇപ്പം കെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഈ വിഷം നമ്മുടെ മേത്ത് കയറിയ വിഷം അത് ശരീരത്തിൽ സ്പ്രെഡാകും. എങ്കിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പറ്റത്തുള്ളൂ. പിന്നെ അടുത്തത് ചെയ്യേണ്ടത്, ഈ രോഗിയെ കടിയേറ്റ ആൾ ഓടാനോ നടക്കാനോ പാടില്ല. ഇയാളെ നമ്മൾ സേഫായിട്ട് ഒരു കസേരയിലോ ഒക്കെ ഇരുത്തിക്കൊണ്ടേ പോകാവുള്ളൂ. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 108 112 കോൾ ചെയ്ത് നിങ്ങൾക്കൊരു ആംബുലൻസിൻ്റെ സേവനം ഉറപ്പാക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ഇനി വണ്ടി കിട്ടാത്തൊരു സാഹചര്യമാണെന്ന് നോക്കുക. നിങ്ങളൊരു 2 വീലറിൽ ആളെ കയറ്റിക്കൊണ്ട് പോകാം. പക്ഷേ 2 വീലറിൽ ആളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ ട്രിപ്പിളേ പോകാൻ പറ്റും. കാരണം ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇയാളെ ഇരുത്തുന്നു. അപ്പോൾ കടിയേറ്റ ഭാഗം താഴെ ആയതുകൊണ്ട് മേലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന വേഗത കുറയും. അപ്പോൾ പുറകിൽ ഒരാൾ ഹോൾഡ് ചെയ്യാൻ വേണം ഈ ആളെ. കാരണം പാമ്പിൻ്റെ കടിയേറ്റ് കഴിയുമ്പോൾ ബോധം പോകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പുറകിൽ നിന്ന് ഹോൾഡ് ചെയ്യണം. അങ്ങനെ രീതിയിൽ ഒരു വണ്ടി കിട്ടാത്ത സാഹചര്യമാണെങ്കിലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മളൊരു ആംബുലൻസിൻ്റെ സപ്പോർട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 112 എന്ന് പറയുമ്പോൾ ആദ്യം പോലീസ് കൺട്രോൾ റൂമിലേക്കായിരിക്കും പോവുക. അവരതിൻ്റെ സപ്പോർട്ട് തരും. അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ പോകുന്ന വഴികൾ ചിലപ്പം നടന്നു പോകുന്ന വഴിയായിരിക്കും. ആ നടന്നു പോകുന്ന വഴിക്ക് ചെറിയ കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങളങ്ങ് വെട്ടി ക്ലിയർ ചെയ്യണം. കാരണം അതിനകത്ത് മൂർഖൻ കുഴപ്പമില്ല, മൂർഖൻ ശബ്ദം കേട്ടാൽ ഉടനെ ഓടിപ്പോകും. പക്ഷെ അണലി അതല്ല. അണലി അവൻ ശബ്ദം കേൾക്കുമ്പോൾ ചുരുണ്ടിരിക്കത്തേ ഉള്ളൂ. അണലി ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ഇപ്പൊ നിലവിലുണ്ട്. അപ്പം അണലി ഇപ്പൊ കോമൺ ആയിട്ട് കടൽ തീരത്ത് വരെ കാണുന്നുണ്ട്. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ ടോർച്ച് ഉപയോഗിക്കാതെ വഴിയിൽ യാത്ര ചെയ്യരുത്. ആദ്യം നമ്മുടെ സുരക്ഷ പ്രധാനമായിട്ട് നോക്കണം. നമ്മളുടെ പണിയുടെ ഇടയ്ക്ക് പോലും നമ്മുടെ മൊബൈലിൻ്റെ ടോർച്ചെങ്കിലും തെളിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.